രാത്രിക്കായി ഞാൻ രാത്രിക്കായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയ സന്തോഷ് ബ്രദർ, അതുപോലെ തന്നെ ഷാജി ബ്രദർ ആരാധനയെ ലീഡ് ചെയ്തല്ലോ. സണ്ണി പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർ കർത്താവിന്റെ നാമത്തിൽ വചനം ഉറങ്ങിയിരിക്കുന്നത്. ജിം ബ്രദറൊക്കെ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡിൽ നിന്നാണ് ജോയിൻ ചെയ്തെന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാവർക്കും വന്ദന സ്നേഹം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും നടത്തട്ടെ, എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു പാട്ടായിരുന്നു ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ വാന്തം, സ്വന്തം സഹോദരർ തള്ളിക്കളയിലും യോസെഫിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. നമുക്ക് ദൈവം തരുന്ന ചില ഗൈഡൻസ് ആണ് എപ്പോഴും നമ്മുടെ മെസ്സേജിന്റെ അല്ലെങ്കിൽ ഷെയറിങ്ങിന്റെ ഒക്കെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മെഡിറ്റേഷൻസ് ആവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള പാട്ടിലൂടെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ലഭിക്കാറുണ്ട്. അവിടെ പാടുന്ന ഒരു പാട്ടും മെസ്സേജും ഒക്കെ ആയിട്ട് ഒരു അലൈൻമെന്റിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് കർത്താവ് തരുന്നതായിട്ട് ഇതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള എൻ്റെ ചിന്തയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിടയായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ചാപ്റ്റർ 39, ദി സ്റ്റോറി ഓഫ് ജോസഫ്. സ്റ്റോറി ഓഫ് ജോസഫ് ഞാൻ പറയുമ്പോൾ ഹിസ്റ്ററിയാണ്. ചാപ്റ്റർ 39 പാസീവായിട്ടൊക്കെ ഞാൻ അതേക്കുറിച്ച് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിന്റെ വചനമല്ലേ, ഓരോ പ്രാവശ്യം ധ്യാനിക്കുമ്പോഴും അത് എപ്പോഴും റിഫ്രഷ്ഡ് ആവുന്നു ദൈവത്തിന്റെ വചനം. മുഴുവൻ വായിപ്പിക്കണമെന്നുണ്ട്, എന്നാലും നമ്മുടെ മുമ്പിലുള്ള സമയത്തിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന ഒരു പാസേജ് ആണത്, ദി സ്റ്റോറി ഓഫ് ജോസഫ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ there are 50 chapters. 1 to 11 is one unit, 12 to 50 is another unit. You see, the first book, book of Genesis, the book of origins, everything began. Now ആ സ്റ്റോറിയാണ് ഈ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ 4 ഇവന്റ്സ് ആണ്: ക്രിയേഷൻ, fall, flood and Babel. 4 events, and easy to remember the book of Genesis: creation and fall, flood and Babel. 4 events. Second പാർട്ടില് 4 persons ആണ്: ഏബ്രഹാം, ഐസക്, ജേക്കബ് ആൻഡ് ജോസഫ്. ഇവരുടെ സ്റ്റോറീസ് ആണ്. ഇവിടെ നമ്മൾ ജോസഫിന്റെ സ്റ്റോറി 37 മുതൽ 50 വരെയുള്ള ചാപ്റ്റേഴ്സിലാണ്. ഇടയ്ക്ക് മറ്റ് സ്റ്റോറീസ് കയറി വരുന്നുണ്ട്. സ്റ്റോറി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റോറി എന്ന വാക്ക് ഗോസ്പൽസിൽ നിന്ന് വരുന്നതാണ്. സ്റ്റോറി എന്ന വാക്ക്. ആ സ്റ്റോറി മീൻസ് ഹിസ്റ്ററി, ട്രൂ സ്റ്റോറി, ഹിസ്റ്റോറിക്കൽ സ്റ്റോറി. അപ്പൊ അതിനത് വളരെ ഇമ്പോർട്ടന്റ് ആയ കീ ആയ ഒരു ലൈഫായിരുന്നു ജോസഫ് സ്റ്റോറി. ഞാൻ ജോസഫിന്റെ ഒരു ജീവചരിത്രത്തെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല. ഐ എം ഗോയിങ് ടു ഫോക്കസ് ഓൺലി ഓൺ ചാപ്റ്റർ 39. അല്ല ജോസഫിന്റെ ഹോൾ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ. എന്നാലും ജോസഫിന്റെ ലൈഫ് ഒരു കീ ഇവന്റ്, ഒരു ഫേവേർഡ് സൺ ആയിരുന്നു ജോസഫ്. വളരെ അപ്പന് പ്രിയപ്പെട്ടതായ ഒരു മകനായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ ജോസഫിനെ കുറിച്ച് മുന്നോട്ട് വായിക്കുന്നത് ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളി, മതിൽമേൽ പടരുന്നു, എതിരാളികൾ അവനെ വിഷമിപ്പിച്ചു. സോ ദർ ആർ ലോട്ട് ഓഫ് റെഫറൻസ് ടു ജോസഫ്. യേശു ക്രിസ്തുവുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ജോസഫിനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ആൻഡ് എ ഫെയ്ത്ത്ഫുൾ ലൈഫ്. ദാനിയേലിനെ പോലെ, നെഹമ്യാവിനെ പോലെയൊക്കെ പഴയ നിയമത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ, ഫെയ്ത്ത്ഫുൾ ആയ, കമ്മിറ്റഡ് ആയ ലൈഫിൽ ഒരാളായിരുന്നു ജോസഫ് സ്റ്റോറി. ചാപ്റ്റർ 39 ജോസഫ് സ്റ്റോറിയുടെ ഒരു യൂണിറ്റ് ആണ്. എന്നാൽ ആ യൂണിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് പെയിൻ ആൻഡ് സഫറിങ് പാർട്ട് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ദൈവത്തിന്റെ ഫസ്റ്റ് ഡിസൈൻ വാസ് എ മാസ്റ്റർ ബ്രില്യന്റ് പ്ലാൻ, ദി ഗാർഡൻ ഓഫ് ഏദൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലാൻ, ഷാലോം, perfectly shallow, God and humanity together. But that is frustrated by human sin. The fall, we call it a fall. The sin entered, pain, suffering, tears, and finally death also entered. Now that context only we can understand the story of Joseph. വിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാത്തവർക്കൊക്കെ സഫറിങ്സ് ഉണ്ട്. സോ പക്ഷേ നമ്മൾ നേരത്തെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ വൈ റൈച്ചസ് സഫർ, അതൊരു വലിയ സംഭവമാണ്. എന്തുകൊണ്ട് നീതിമാൻ, സാധാരണ കഷ്ടത എന്നൊക്കെ പറയുന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ്. പക്ഷെ ദൈവജനവും പലവിധമായ ക്രൈസിസിലൂടെ കടന്നു പോകുന്നു. ഞാൻ അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു ഭക്തന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു കാര്യം when God is silent. ദൈവം നിശബ്ദനായിരിക്കുകയും
ഭക്തൻ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും അത് ഒരു വലിയ ഡിഫിക്കൽട്ടായ ഒരു 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 പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇവിടെ ജോസഫിന്റെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഭക്തനായ ജോസഫ് is going through load of difficulties and God is silent. യോബിന്റെ പുസ്തകം നമുക്ക് കാണുന്നതിന് അറിയാമോ? God is silent. പിന്നെ ആകെപ്പാടെ സംസാരിക്കുന്ന ആരാന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് വന്ന് അവർ വാ തുറക്കുന്നവർ അവർ കറക്റ്റ് ആയിരുന്നു. എന്നാൽ വാ തുറന്നപ്പോഴാണ് അവർക്ക് പ്രശ്നമായത്. അവർ സംസാരിച്ചെല്ലാം തെറ്റ്. അവസാനം ദൈവം സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവം സംസാരിക്കുമ്പോൾ ചോദ്യങ്ങളാണ്. ഫൈനലി ഓൺലി ഗോഡ് സ്പീക്സ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. സംടൈംസ് വി സീ ഇൻ പോൾസ് ലൈഫ് ഗോഡ് is speaking again and again. Now, this is what it is. So life, pain, grief, suffering, God allowing us to pass through. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വായിച്ചു, if God is a parent child relationship-ൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞിന്റെ വേദനയെ നമ്മൾ അനുവദിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഒരു നല്ല ഔട്ട്കം അപ്പുറത്ത് വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ we would not allow that. So God is more than a parent. God is a creator. God is the judge. God is the supreme commander. God is almighty. So God is not only like a parent, but God is more than a parent. But still, God allows sometimes people to pass through some valley experience. അങ്ങനെ ഉള്ള ചിന്തകളുമായിട്ട് മാത്രം വന്നാലേ ഈ 39ാമത്തെ ചാപ്റ്റർ നമുക്ക് മനസ്സിലാവുള്ളൂ. Because it is very troublesome episodes in the life of Joseph. നമുക്കിങ്ങനെ പേജുകളൊക്കെ മറിക്കുമ്പോൾ 37ാമത്തെ ചാപ്റ്റർ ഒരു പേജ് മറിച്ചാൽ 37 അതിനുശേഷം ഒരു പേജ് മറിക്കുമ്പോൾ 39 അതിനുശേഷം ഒരു പേജിൽ മറിക്കുമ്പോൾ 41 ജോസഫ് കിങ് ആയി. 2 പേജ് മറിക്കുമ്പോഴേ 37ാമത്തെ ചാപ്റ്ററിൽ 41 ചാപ്റ്റർ എത്തി. ഇവിടെ 30 ലോങ് ഇയേഴ്സ് ഉള്ളി വളരെ പ്രൈമായ കീ ആയ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്റേഴ്സ് രേഖപ്പെടുത്തുള്ളൂ. ലോട്ട് ഓഫ് തിങ്സ് ആർ നോട്ട് ടോൾഡ്. ദ ടീയേഴ്സ് ഓഫ് ജോസഫ് ഓർ അതർ തിങ്സ് ആർ നോട്ട് ഗിവൺ ടു us. So very key events in the life of Joseph is narrated. Now, interestingly, if you go through that Joseph passages, ജോസഫിന് ഒരു സ്വപ്നം നമ്മൾ കാണുന്നുണ്ട് 37ാമത്തെ ചാപ്റ്ററിൽ. 2 സ്വപ്നങ്ങൾ ജോസഫ് കാണുന്നുണ്ട്, 2 times. 40ാമത്തെ ചാപ്റ്ററിലും we see 2 dreams. 2 വ്യക്തികൾ അത് കാണും. ഒന്ന് അപ്പക്കാരന്റെ വാഹനം, മറ്റത് പാനപാത്ര വാഹനം. 2 dreams. Chapter 41 also we see 2 dreams by Pharaoh of same event. Joseph 37, 2 dreams, same event. Pharaoh's dream is 41, 2 dreams, same event. 40, അപ്പക്കാരന്റെ പാനപാത്ര വാഹനം, 2 dreams by 2 persons, contradictory. So ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു രീതിയിലാണ് അത് എഴുതി വിട്ടിരിക്കുന്നത്. ഞാൻ 3 കാര്യങ്ങളെ എംഫസൈസ് ചെയ്യുന്നത് ചാപ്റ്റർ 39 മാത്രം ഫോക്കസ് ചെയ്ത്. നമ്പർ 1, allowed but not abandoned. That's number 1. God allowed Joseph to pass through, but God did not abandon Joseph. Number 1. Number 2, tested yet victorious. Tested yet victorious. Number 3, grieving yet graced. കഷ്ടങ്ങളിലൂടെ പോയി, പക്ഷെ കൃപയും ഉണ്ടായിരുന്നു. 3 things from chapter 39. Allowed but not abandoned. Allowed. God allowed Joseph to pass through difficulties, but God did not abandon Joseph there. Number 2, tested in the house of Potiphar, but Joseph was victorious. Number 3, grieving, lot of grief and sorrows, but graced. 3 things. Number 1, allowed but not abandoned. God allowed these issues in the life of Joseph. 39ലേക്ക് നോക്കിയ 39 chapter 1. Chapter 1 was almost 6 വാക്യങ്ങൾ വരെ the first unit. First one is allowed but not abandoned. 7ാമത്തെ വാക്യത്തിൽ സ്റ്റോറിയിൽ ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ഉണ്ട്. That is testing in the house of Joseph or tempted in the house of Potiphar. അത് 20 വരെ പോകുന്നുണ്ട്. 20 is the climax, conclusion of that. 21, 22 and 23 is again God's grace. Lot of grief, but God graced. ഇതാണ് ഈ ചാപ്റ്ററിന്റെ 3 ഡിവിഷൻസ്. So 3 divisions, 3 titles. നോക്കിയേ 39 chapter verse 1 എങ്ങനെയാണ്? എന്നാൽ ജോസഫിനെ
മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. And now that is a very wonderful verse. അതിന്റെ കാരണം ജോസഫ് വാസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. ദൈവം ജോസഫിനെ കുറിച്ച് ആഗ്രഹിച്ചത് ഈജിപ്തിലേക്ക് പോകാനാണ്. അവിടെ ഒരു വലിയ പൊസിഷനിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ജോസഫിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോട്ട് ഇൻ ഹിസ് ഹോം ലാൻഡ് ബട്ട് ഇൻ എ ഫോറിൻ ലാൻഡ്. അത് കൃത്യമായിട്ട് ഈജിപ്റ്റാണ്. അത് ജോസഫ് ആ ഈജിപ്തിലെ, പക്ഷെ ജോസഫ് പോകുന്നത് ദ റൈറ്റ് ഡിറക്ഷനിലാണ്, ഗോയിങ് ടു ദ റൈറ്റ് പ്ലേസ് ബട്ട് ഇൻ എ വെരി അൺലൈക്ലി മാനർ. ദാറ്റ്സ് വാട്ട് ചാപ്റ്റർ 13 and verse 9 says. കാരണം ജോസഫ് അവിടേക്ക് പോകേണ്ടത് ഒരുപക്ഷെ പഠിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പോകുന്നത്. ജോസഫ് വാസ് ഗോയിങ് there as a slave or as a prisoner, as enslaved. So going to the right place in a very unlikely manner. That's what chapter 13 and verse 1 says. Now when I was reading this passage, ഈ ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് അപ്പോസ്തല പ്രവൃത്തി 21 to 28 chapter. Acts 21-20. You know what the story there? പൗലോസിന്റെ 3 മിഷണറി യാത്രകളും കഴിഞ്ഞു. പൗലോസിനെ യെരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. That is 21 in the book of Acts. അപ്പോസ്തല പ്രവൃത്തി 21 chapter അതാണ്. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ റിജോയ്സ് ഫെലോഷിപ്പിൽ എല്ലാം ഒന്നും പറയേണ്ട, ഏകദേശം ഒക്കെ ഒന്ന് ചാപ്റ്റർ ഒക്കെ ഒന്ന് പറഞ്ഞാൽ, അത് വാക്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും ലോട്ട് ഓഫ് മെസ്സേജസ്, ലോട്ട് ഓഫ് ക്ലാസ്സസ്. അതുകൊണ്ട് ആക്ട് ചാപ്റ്റർ 21 പൗലോസിനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഐ തിങ്ക് യു വിൽ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി. എന്നാൽ 21 അറസ്റ്റ് ചെയ്തു, 28 പോവാൻ, 27 റോമിലെത്തുക. ഈ റോമിലേക്ക് പൗലോസിനെ അയക്കണം എന്നുള്ള ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ ടു സെൻഡ് പോൾ ടു റോം. പക്ഷേ പൗലോസിന് റോമാലേഖനം 15 വായിക്കുമ്പോൾ അറിയോ, ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ റോമിലേക്ക് പോകണം. സോ ആസ് എ ഫ്രീ മാൻ, ഒരു ഫ്രീ ആയിട്ട് റോമിലൂടെ ഓടി നടന്ന് പ്രസംഗിക്കണം. റോമിന്റെ തെരുവുകളിൽ ഒക്കെ പോയി സോൾജേഴ്സിനോടും അവിടുത്തെ വലിയ ബിസിനസ്സുകാരോടും ഫിലോസഫേഴ്സിനോടും ഒക്കെ റോമിന്റെ തെരുവിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നസ്രയനായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയണം. ഇറ്റ് വാസ് പോൾസ് ബേണിംഗ് ഡിസൈർ. അതിന് പിന്നെ പൗലോസ് പറയുന്നുണ്ട്, ആ റോമിൽ ചെന്നിട്ട് എനിക്ക് അവിടെ സ്പെയിനിലേക്ക് പോകണം. പിന്നെ അന്ന് UK അയർലൻഡ് ഒന്നും പൗലോസ് അറിയത്തില്ല. അതുകൊണ്ട് സ്പെയിൻ അവിടുത്തെ ആ കോണ്ടിനെന്റ് എൻഡ് ആണെന്നാ പൗലോസ് ചിന്തിച്ചത്. സോ carrying the gospel to the ends of the world, I want to go to Spain. So ഈ റോമിലേക്ക് പോകാനുള്ള പ്ലാൻ, ഗോഡ്സ് പ്ലാൻ, the right place. പക്ഷെ അവിടേക്ക് പയച്ചത് as a prisoner ആയിട്ടാണ്. So Joseph travel and Paul travel, I see some kind of parallels. Going to the right place in an unlikely manner, വളരെ unlikely ആയി, ആഗ്രഹിച്ചതുപോലുള്ള രീതിയിലല്ല അയക്കപ്പെട്ടത്. was compelled. And എന്നാൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. അതിന്റെ 23 ആക്ട്സ് ചാപ്റ്റർ 23 verse 11 നിങ്ങളുടെ മുമ്പിൽ വേദോസം ഉണ്ടെന്നും നിങ്ങൾ എന്റെ കൂടെ മറിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുക. 23 verse 11 പൗലോസിനോട് റോമിലേക്ക് അറസ്റ്റിന് ശേഷം കർത്താവ് ഒരു ദൂത് നേരിട്ട് കൊടുക്കുന്ന ഒരു പാസേജാണ്. അന്ന് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ആരടുക്കൽ? പൗലോസിന്റെ അടുക്കൽ. ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിൽ സാക്ഷിക്കേണ്ടതാകുന്നു പറഞ്ഞു. ദാറ്റ്സ് ഓൾ. പൗലോസിനോട് പറയാ, യെരുശലേമിൽ നീ എന്നെ കുറിച്ച് പ്രസംഗിച്ചില്ലേ, in the same way you're going to preach in Rome. അപ്പൊ നോക്കണം, a direct message of confirmation, a direct message of consolation. In പൗലോസിന്റെ കേസിൽ God is not silent. God is speaking to Paul, you're going to Rome and Rome is the place. So when you come back to 39, God is silent in the life of Joseph. God is not speaking like that. I know we don't read that God is speaking like that. In 37ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഒരു കുഴിക്കകത്ത് ഇട്ടിട്ടാ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യുക, കമ്പൽഡ്, തന്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, അദ്ദേഹത്തെ ദാസനായി വിറ്റ്, കമ്പൽ ടു സെൻഡ് ടു ഈജിപ്റ്റ്, കമ്പൽഡ് ആയിട്ട് അയക്കുന്നത്. സോ അതുകൊണ്ട് ഇവിടെ we don't see God is speaking to Joseph about this. പക്ഷേ ഈ ചാപ്റ്ററിൽ ഞാൻ അന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫ്രൈസ് ഉണ്ട്. ആ ഫ്രൈസ് എന്താണെന്നറിയാമോ? The Lord was with Joseph. No, God is not speaking, but the text says the Lord was with Joseph. ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. That's what, okay, chapter 39 verse 2, 39 verse 3, 21 and 23, 4 times repeating something
in a unit of narrative. 4 times reading, the Lord was with Joseph. ഞാൻ ഇത് വായിച്ചു ചിന്തിച്ചു, now what does it mean by the Lord was with Joseph? അത് വലിയൊരു കാര്യമാണ്. ദൈവം ജോസഫിനോട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയ ഒരു കാര്യത്തില്ല, ഗോഡ് ഈസ് വിത്ത് us and what does it mean എന്നല്ല. What does it mean by in chapter 39 of Genesis? Chapter 39 of Genesis. നിങ്ങൾ നോക്കിയേ, chapter 39 verse 2. നമ്പർ 1 നമ്മൾ വായിച്ചു. പോത്തിഫറിന്റെ വീട്ടിലേക്ക് അയച്ചു, അവനെ ഫറവോന്റെ അകമ്പടി ഉദ്യോഗസ്ഥനായ നായകനായ പോത്തിഫർ എന്ന മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി. That's number 1. Number 2, the Lord was with Joseph. എന്നിട്ട് നോക്കി, അവൻ കൃതാർത്ഥനായി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ he became successful. മിസ്രൈമനായ രാജാവിന്റെ യജമാനന്റെ വീട്ടിൽ പാർത്തു. എന്നിട്ട് പിന്നെ പറയാം, യഹോവ അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു. Now what does it mean by the Lord was with Joseph? Number 1, 39 verse 2, he became successful. ഇങ്ങനെ ദാസനായിട്ട് അയച്ചെങ്കിലും he was successful. അവൻ കൃതാർത്ഥനായി. he was not destroyed. ഞാൻ ഈ അബാൻഡൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പിക്ചർ എന്താണെന്നറിയാമോ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, ചെന്നൈയിലൊക്കെ പോകുമ്പോൾ അറിയാം, ചില ബോഗികൾ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുക, അത് തുരുമ്പിച്ച് പോവാം. അതിന്റെ മേളിൽ ഒരു വെള്ള അക്ഷരത്തിൽ, ഞാൻ കണ്ടിരിക്കുന്ന വെള്ളല, എഴുതി വയ്ക്കും അബാൻഡൻ ബൈ റെയിൽവേ. അബാൻഡൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതിനെ മേൽ ഒരു റിപ്പയറിംഗും ഇല്ല, അത് തുരുമ്പിച്ച് ദ്രവിച്ച് അവിടെ കിടന്ന് ഇല്ലാതെ. ദാറ്റ്സ് വാട്ട് അബാൻഡൻ. ഇവിടെ ജോസഫിന്റെ കേസ് നമ്മൾ കാണുന്നത്, ജോസഫ് വാസ് അലൗഡ് ടു പാസ് ത്രൂ ബട്ട് വാസ് നോട്ട് അബാൻഡൻ. എന്താ അബാൻഡൻ ഉള്ളത്? ദി ലോർഡ് വാസ് വിത്ത് ഹിം. Lord was with him. So he became successful. Chapter 39 verse 2 says he became successful. Number 2, the Lord caused all those things. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നോക്കി എവിടെ എങ്ങനെ ഇരിക്കുന്നത്, യഹോവ അവൻ്റെ ഉണ്ട്, അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിക്കും. എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ഈ പോത്തിഫർ ജോസഫിന്റെ ലൈഫിൽ കാണുകയാണ്. അത് യജമാനന് പോലും മനസ്സിലാകത്തക്ക രീതിയിലാണ് അവിടെ ദൈവം ഇടപെടുന്നത്. ഒരു വലിയ മൈറ്റി തണ്ടറോ ലൈറ്റനിങ്ങോ വലിയ ഏഞ്ചൽസിന്റെ പ്രസൻസോ ഒന്നുമില്ല അവിടെ. ഇറ്റ് ഇസ് ഓൾ സൈലന്റ്. God is not speaking a single alphabet there in the text, but caused him to be successful. 37-39 നാലാമത്തെ വാക്യം എന്നറിയാമോ? അവനെ തനിക്കുള്ളതിന്റെ മേലെല്ലാം അവന്റെ ഏൽപ്പിച്ചു, അവന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കി. യഹോവ ജോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. 34, a favor in the sight. ഈ യജമാനന്റെ മുമ്പിൽ ഒരു കൃപ ലഭിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ ഇടപെടുകയാണ്. മാത്രമല്ല 39:5 കാണുന്നതിന് അറിയാമോ? ഈ ജോസഫ് നിമിത്തം ആ വീടും കൂടെ, പോത്തിഫറിന്റെ വീടും കൂടെ അനുഗ്രഹിക്കപ്പെടുകയും പോത്തിഫറിന്റെ വീട്ടിലും കൂടെ ജോസഫ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് കംസ് ടു യുവർ മൈൻഡ്? എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ ചാപ്റ്റർ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നൊരു പ്രോമിസ് ഉണ്ട്. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബിക്കം എ ബ്ലെസ്സിങ്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. So like that, Joseph is becoming a blessing like what God promised to Abraham. മിസ്രൈമിന്റെ വീട്ടിൽ ഇനി ഫ്യൂച്ചറിൽ എന്താണോ വരാൻ പോകുന്നത്, ഈജിപ്തിനും ഇസ്രായേലിനും എല്ലാം ഈ ജോസഫ് ഒരു അനുഗ്രഹമായി മാറാൻ പോകുക. So it is actually a glimpse of what is going to happen in the future. He became a blessing for the house of Potiphar. ഞാൻ പറഞ്ഞു, what does it mean by the Lord was with Joseph? Number 1, he became successful. A special kind of success. That means താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാനുഷികമല്ലാത്ത ഒരു കരത്തിന്റെ സ്പർശനം പോത്തിഫർ കാണുകയാണ്. പിന്നെ പോത്തിഫറിന്റെ മുമ്പിൽ he was favored in his eyes. ഒരു യജമാനന് കൃപ തോന്നത്തക്കവണ്ണം ആ കാര്യങ്ങൾ ദൈവം മാറ്റിമറിക്കുക. മറ്റത്, ജോസഫ് വന്നതിന് ശേഷം ആ ഭവനത്തിനും കൂടെ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞതുപോലെ ഒരു അനുഗ്രഹമായി മാറുകയാണ്. Those words not about allowed but not abandoned.
God allowed Joseph to pass through some difficult stages, but God did not abandon Joseph on the way. It is David's life telling the same story. Job's life, Paul's life, all that. ഇവരെല്ലാം ജീവിതങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യുക. They were all allowed to pass through. പാപനിമിത്തം വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ല, തെറ്റായ തീരുമാനങ്ങൾ നിമിത്തം വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ല. Something which God allowed to pass through. 124 സങ്കീർത്തനം, ഐ തിങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ് എ ബ്യൂട്ടിഫുൾ സാം 123. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മളെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. ബട്ട് യഹോവ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ അവൻ യഹോവയുടെ നാമത്തിൽ. This is what the story, Psalms 124 is the story of Joseph. യഹോവ ജോസഫിന്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജോസഫ് abandoned ആയി പോയേനെ. But the Lord was with Joseph. The Paul's life, David's life, Job's life, Rejoiceലെ നമ്മുടെ എല്ലാം സ്റ്റോറി ഇതാ. The Lord was with us. The Lord caused things to be prosper. കാര്യങ്ങൾ ജയിക്കുവാൻ, കാര്യങ്ങൾ വ്യത്യാസപ്പെടുവാൻ, കാര്യങ്ങൾ മുന്നോട്ട്. The path was little difficult. The waiting was little hard. But the Lord was with us. The invisible, glorious and beautiful presence of the Lord was with each one of us. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മള് യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ എല്ലാം കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടതിന്റെ ഒരു കാരണം, one secret of a blessing, the secret, the Lord was with us. ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മോടുകൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരോട് ചേർന്ന് രാത്രി നമുക്ക് പറയാം, പൊങ്ങിയിരുന്ന വെള്ളം ഞങ്ങളുടെ പ്രാണന മീതെ കവിഞ്ഞേനെ പാസ്റ്ററെ, പക്ഷെ the Lord was with us. ഞങ്ങളുടെ വൈരികൾ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങി കളഞ്ഞേനെ, but the Lord was with us. ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുക. എത്ര പേരിനോട് ചേർന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ഒരു നല്ല താങ്ക് യു ലോർഡ് പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. It was all because of that the Lord was with us. That is what it mean by, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ നമ്മൾ അനുവദിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു കൈപ്പേറിയ മെഡിസിൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കും. അതിന്റെ കാരണം there is a beautiful outcome. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷനും കർത്താവ് വാഗ്ദത്ത ജീവികളുടെ പ്രാപിക്കും. Ultimate, the throne of life, crown of life, passing through difficulties. So ജോസഫിന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ റൂട്ടിലല്ലാതെ വേറെ റൂട്ടിലൂടെ ജോസഫിനെ കൊണ്ടുപോകുമായിരുന്നു. God decided to take this path for Joseph's life. Allowed but not abandoned. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ the Lord was with Joseph എന്ന് പറയുന്നത് assurance in uncertain times. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അനിശ്ചിതമായ ജീവിത വഴിത്താരയിൽ ഉള്ള ഒരു ഉറപ്പേറിയ നങ്കൂരമാണ്. The Lord is with us എന്നുള്ളത്. നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല. അടുത്ത ജംഗ്ഷൻസ് നമുക്കറിയില്ല. അടുത്ത ഡേ നമുക്കറിയത്തില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് നമുക്കൊരു നല്ല ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ, നാം പാടിയതുപോലെ, സ്വന്തം സഹോദരർ തള്ളിക്കളയിലും യോസേഫിൻ ദൈവം കൂടെ ഉള്ളത് കൊണ്ട്, ദാനിയേലിന്റെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട്, സിംഹക്കുഴിക്കകത്തും ദാനിയേലിന്റെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട്, തീച്ചൂളക്കകത്ത് 3 ബാലന്മാരുടെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട്, അബ്രഹാമിനെ നടത്തിയ ഒരു ദൈവം, ഇസഹാക്കിനെ നടത്തിയ ഒരു ദൈവം, ജോസഫിനെ നടത്തിയ, ജോഷുവയെ നടത്തിയ, ദാവീദിനെ നടത്തിയ ഒരു ദൈവം. It's assurance that the Lord is with us. That's number 1. The Lord is with us. It's an assurance, number 1. Number 2, it's a blessing. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ജോസഫിന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ദാവീദിന്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സംഖ്യ പുസ്തകം അതിന്റെ 6-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 24 26 24 മുതൽ 26 വാക്യങ്ങൾ അഹരോന്റെ ബ്ലെസ്സിങ്, ആരോണിക് ബ്ലെസ്സിങ് എന്നാണ്. അതിങ്ങനെ ഇരിക്കുന്നത്: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ നിന്റെ മേൽ മുഖമുയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. The Lord is with us means this is what the Lord is with us. What does that mean by യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ? യഹോവ തിരുമുഖം
നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ നിൻ തിരുമുഖം ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. That is what mean by the Lord is with us. What a beautiful thing in our life. ജീവിതത്തിന്റെ അൺസർട്ടാനിറ്റീസിൽ, ജീവിതത്തിന്റെ പെർപ്ലക്സിൽ, പെയിൻഫുൾ ആയ പാതകളിൽ ഒക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ it's a beautiful thing that the Lord is with us. The Lord is silent, but the Lord is still with us. സാഹചര്യങ്ങളിലൂടെയൊക്കെ ആ രൂപാന്തരങ്ങളിലൂടെയൊക്കെ ദൈവം സംസാരിക്കുക. The Lord is with us. Lord is with us. മൂന്നാമത്തത്, there's a golden promise in the Bible. I will be with you. I will be with you. ഉൽപ്പത്തി പുസ്തകം 26-ലും 28-ലും 31-ലൊക്കെ യാക്കോബിന്റെ ദൈവം പറയാം, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെ ഇരുന്ന ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും. Psalms 23:4, കുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അർത്ഥം കുഴപ്പമില്ല. അത് ദൈവം ഇങ്ങോട്ട് പറയാം, സംഘത്തിന് അങ്ങോട്ട് പറയാം, യു ആർ വിത്ത് മീ, യു ആർ വിത്ത് മീ. മോശയോട് ദൈവം പറയാ, ഐ വിൽ ബി വിത്ത് യു. മോശ പറയുന്ന എക്സ്ക്യൂസ് ഒന്നും ദൈവം എടുക്കുന്നില്ല. ബട്ട് ഗോഡ് സേസ്, ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ ബി വിത്ത് യു. ടു ഡു ദിസ് ഈസ്, ഈ വലിയ ടാസ്ക് നീ ഒറ്റക്കല്ല ചെയ്യുന്നത്, ഞാൻ നിന്റെ കാര്യങ്ങളെ ബലപ്പെടുത്തും. ഐ വിൽ ബി വിത്ത് യു ഓൺ യുവർ ജേർണി. ഐ വിൽ സ്ട്രെങ്തൻ യു, ഐ വിൽ സ്പീക്ക് ടു യു, I will encourage you, I will strengthen you. സാഹചര്യങ്ങളെ നിന്നെ രൂപാന്തരപ്പെടുത്താം. നിന്നെ സാഹചര്യങ്ങൾ, അധികാരികളോട് ഞാൻ ഇടപെടാം. ഈ വാതിലുകളെ ഞാൻ തുറക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം. That's what it is. That's what it is. The Lord is with us. ഇന്ന് രാത്രിയിലും നമുക്ക് ഇത് എഴുതിയ മോശ, ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ എഴുതിയത് മോശയാണ്. ആ മോശ പിന്നീട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ മുമ്പിൽ ടൈം വളരെ പരിമിതമായതുകൊണ്ട് 1 മണിക്കൂർ എടുത്തോളം പറഞ്ഞാലും ഞാൻ അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പുറപ്പാട് ദിവസം 33:12 മോശ ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഈ ജോസഫിന്റെ ലൈഫും അബ്രഹാമിന്റെ ലൈഫും ഒക്കെ എഴുതിയ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് അറിയുമോ? The success in life is that the Lord's presence. അതുകൊണ്ട് മോശ പറയാ, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നയിക്കരുതേ. മുന്നോട്ടുള്ള ഞങ്ങളുടെ ശുശ്രൂഷയിൽ, മുന്നോട്ടുള്ള ഞങ്ങളുടെ വൈതരണികളിൽ, മുന്നോട്ടുള്ള ഞങ്ങളുടെ ക്ലേശങ്ങളിൽ, മുന്നോട്ടുള്ള ഞങ്ങളുടെ ചലഞ്ചസിൽ ഞങ്ങൾ ജയിക്കണമെങ്കിൽ യു ഷുഡ് ബി വിത്ത് us. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോരണം. That's a beautiful prayer. That's a beautiful prayer. കർത്താവേ, 2025 മാത്രമല്ല 2026-ലും എത്ര നാൾ കർത്താവ് ഞങ്ങൾക്ക് ആയുസ്സ് തന്നാലും അത്ര നാളും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ റിജോയ്സ് ഫെലോഷിപ്പിനോടുകൂടെ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളോടുകൂടെ, ഞങ്ങളുടെ കൊച്ചു കൊച്ചു മിനിസ്ട്രികളോടുകൂടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ, ഞങ്ങളുടെ അവരുടെ ഫ്യൂച്ചറോടുകൂടെ, അവരുടെ എഡ്യൂക്കേഷനോടുകൂടെ, ഞങ്ങളുടെ സഭയുടെ വളർച്ചയോടുകൂടെ, ഞങ്ങളുടെ ബിസിനസ്സിനോടുകൂടെ, ഞങ്ങളുടെ യാത്രയോടുകൂടെ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളോടുകൂടെ. We need your presence with us. We need your help with us. നിന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞങ്ങളെ താങ്ങണം, നേരോട് ഞങ്ങളെ നടത്തണം. That's what beautiful thing that Moses prayed. മുന്നോട്ട് നാം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണുന്നത്, ഈ യോസഫിന്റെ ജീവിതത്തില് ഈ സാഹചര്യങ്ങളെ കടന്നു പോകുമ്പോൾ, away from his home and homeland and his family and parents, there's only one resource behind him. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. God's presence assisted him. God's presence caused him succeed in whatever things he did. That's what Joseph's life testifies. The Lord was with Joseph. Allowed painful realities of life, but not abandoned. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നു, കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മുടെ ചെറിയ ചെറിയ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോഴും പെയിൻഫുൾ ആയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ബ്രോക്കൺ ആയ യാത്രകൾ ഉണ്ടായിരുന്നു, പലപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കാറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന് പാടുമ്പോൾ ജോസഫിനെ പോലെ റിജക്ഷനും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തൊക്കെ ഒരു സൈഡിൽ ഇതല്ല ഉള്ളപ്പോഴും ഈ സൗഭാഗ്യ ജീവിതം എന്ന് പാടുന്നതിന്റെ ഒറ്റ കാരണം, the Lord is with us. That's the beauty of Christian life. The Lord is with us. Lord is with us. Not abandoned. Not abandoned. So this is what Joseph's story tells us. Number two in this case is that tested yet victorious. അത് 39:7 മുതൽ അതിന്റെ 20 വരെയുള്ള വാക്യങ്ങളാണ്. Now we cannot read the story all together. Tested yet not victorious. No, ഞാൻ ചിന്തിക്കുക, the Lord was faithful to Joseph. The opposite. Joseph was also faithful to the Lord. Tested, continuously tested, every day tested, but he was not willing to give up. He was not willing. ഞാൻ വിചാരിക്കുക, ഈ സൺഡേ സ്കൂൾ ലെസൺസിനൊക്കെ ജോസഫിന് എവിടെ നിന്നാണ് ലഭിച്ചേ? മേ ബി ഫ്രം ദ ലിപ്സ് ഓഫ് ജാക്കോബിൽ നിന്നായിരിക്കാം, അബ്രഹാമിന്റെ സ്റ്റോറിയിൽ നിന്നും ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കായിരിക്കും. കാരണം മോശയാ എഴുതിയത്, ഈ ബുക്കുകളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അന്ന് സൺഡേ സ്കൂൾസ് ഒന്നുമില്ല.
maybe taught by his father or mother or others about holy life. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. There is a standard of righteousness. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് ഇല്ലാതെ ദൈവത്തിനോട് നടക്കാൻ പറ്റത്തില്ല. If you God presents to be with you, you need to be also have a righteous standard. ദൈവം അബ്രഹാമിനോട് പറയാ, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കണം. So Joseph is decided to be innocent. Joseph decided to be holy and humble. He resisted the sin. തിമോത്തിയോസിൽ പറയുന്നത് ഇവയെ നീ വിട്ടോടണം. രണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ വിഷയം. ഒന്ന്, ദ മോറൽ സൈഡ് ഓഫ് ദ സ്റ്റോറി. ആ പാപം ജോസഫ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോസഫിന്റെ ലൈഫ് ബ്രോക്കൺ ആയി പോയേനെ. രണ്ട്, യജമാനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈസ് അറ്റംപ്റ്റിംഗ് ടു ഗ്രാബ് ഹിസ് പ്രോപ്പർട്ടി റൈറ്റ്. കാരണം പോത്തിഫർ തന്റെ ഹയർ അതോറിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇല്ലീഗലായ ഒരു റിലേഷൻഷിപ്പ് അവിടെ വന്നാൽ ആ പോത്തിഫറിന്റെ വസ്തു ആ വലിയ ലാൻഡ് അക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് കാണാം. സോ ദർ ഇസ് എ ലീഗൽ സൈഡ് ടു ദ സ്റ്റോറി ആൻഡ് ഓൾസോ ദർ ഇസ് എ മോറൽ സൈഡ് ടു ദ സ്റ്റോറി. വാട്ട് എവർ മേ ബി, ജോസഫിന്റെ കാര്യം തരുന്നു, ഞാൻ ഈ മഹാദോഷം എങ്ങനെ പ്രവർത്തിക്കും. ഐ cannot be unfaithful to Potiphar. So I cannot be unfaithful to the Lord God of Abraham, Isaac and Jacob. So he said no to it. He said no to it. ഞാനിങ്ങനെ ചിന്തിച്ചത് വായിച്ചപ്പോഴത്തേക്ക് Jesus story is also saying tested yet without sin. Like Joseph, he was tested in every way but without sin. Joseph's life, he resisted it, he threw it away and ran for his life. Now that's what the story of Joseph is highlighting. Tested yet victorious. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചെറുതും വലുതുമായ നിരവധിയായ പരാജയങ്ങളുടെ നടുവിൽ, വാക്കിലും ചിന്തയിലും നടപ്പിലും, there is another victory. That's the greatest of all victory. അത് നടന്നത് കാൽവരി ക്രൂശിലാണ്. വാഴ്ചകളെ അധികാരങ്ങളെല്ലാം ആയുധവർഗം വെപ്പിച്ച, പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും നമുക്ക് ജയമുണ്ടാകാൻ കാരണം ജോസഫിന്റെ സ്റ്റോറി അല്ല, അത് യേശുവിന്റെ സ്റ്റോറിയാ. He is successful completely, perfectly. അങ്ങനെ ഒരു sinless ആയ ഒരു വ്യക്തിയില്ല. No, he was totally sinless and he conquered sin and death and he raised from the dead and he himself is our Lord. നമ്മുടെ ചെറിയ ചെറിയ പരാജയങ്ങൾ നാം ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ അവൻ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് പിന്നെയും റിസ്റ്റോർ ചെയ്യുന്ന, നമ്മളെ പിന്നെയും നേരായ പാതയിൽ നടത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയനാണ്. നമ്പർ 3, grieving yet grace filled or empowered by grace. നോക്കിയേ, അതിന്റെ 20-23 ആണ്. 20-23. എന്നാൽ യഹോവ ജോസഫിനോട് ഇരുന്നു. That's what ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നെന്ന് പറഞ്ഞാ വായിക്കുന്നത്. That language means so pathetic, so pathetic. എന്നാൽ ഈ 30-ാമത്തെ ചാപ്റ്റർ പറയാം, again the Lord was with Joseph. Now what does it mean by that? നോക്കിയേ, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നാൻ തക്കവണ്ണം. That's what it is. Grace. God's grace is working in the heart of the chief of the prison. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ജോസഫിനോട് കൃപ തോന്നുവാൻ തക്കവണ്ണം ദൈവം. That is what the Lord was with Joseph. അവന് കൃപ തോന്നാൻ തക്കണം. നോക്കി, forward 39:21. Forward 39:22. Lifting of honor. മറ്റുള്ള കാരാഗ്രഹത്തിലെ ആളുകൾക്ക് ജോസഫിനെ അധിപതിയാക്കി. Number 39:23. Prosper in whatever he does. So this is what the Lord was with Joseph in Genesis 39. No, ഞാൻ പറഞ്ഞല്ലോ യഹോവ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന്റെ ഒരു തീമാറ്റിക് സ്റ്റഡി അല്ല. And I'm basing my footing on chapter 39. What does it mean by the Lord was with Joseph? കാരാഗ്രഹ പ്രമാണി കൃപ തോന്നാൻ തക്കവണ്ണം മറ്റുള്ള ആളുകൾക്ക് അധിപതിയാക്കി അവനെ ഒരു ലിഫ്റ്റ് ഓഫ് ഓണർ, ഒരു ചെറിയ തോടിസ് ലിഫ്റ്റ് കരോ, ഒരു ചെറിയ ലിഫ്റ്റ്, a prosper in whatever thing he does. Now this is what Psalms 1:3 says. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ ആട്ടിരിക്കും നട്ടിരിക്കും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കും യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച്. So what is happening here? 3-4 ചിന്തകളോട് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. God's faithfulness in Joseph's life and Joseph's faithfulness to the Lord that we read in this chapter. Number 1. Number 2, the Lord was with Joseph. It was because of grace of God. Joseph chose to be with God, said no to sin, and he was with God. Number 3, God accomplishes his plan even when the path is painful and uncertain. That's what this, but don't forget what I'm telling, the third one. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എത്ര പെയിൻഫുൾ ആയ പാതയാണെങ്കിലും,
എത്ര അൺസർട്ടാനിറ്റി ഉണ്ടെങ്കിലും God can fulfill his beautiful purposes in a person's life, in their family, in their church life. Painful. ഒരു പക്ഷേ അതിനകത്ത് പൊട്ടക്കുന്നത് കാണാം. ഞാൻ ഈ ജോസഫിന്റെ സ്റ്റോറി റിജക്ഷൻ കാണാം, സഹോദരന്മാർ, സെപ്പറേഷൻ കാണാം, ഡിഫിക്കൽട്ടീസ് കാണാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണാം, സ്ലാൻഡർ കാണാം, പ്രിസൺ കാണാം. ബട്ട് നെക്സ്റ്റ് സെന്റൻസ് വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ, these things cannot kill the promise of God. ഒരു സ്ലാൻഡറിനോ, ഒരു സിസ്റ്റേൺ, ഒരു പൊട്ടക്കിണറിനോ, ഒരു റിജക്ഷനോ, ഒരു സെപ്പറേഷനോ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ, ഇതിനൊന്നിനും ദൈവത്തിന്റെ പ്രോമിസിനെ കില്ല് ചെയ്യാൻ കഴിയത്തില്ല, എക്സെപ്റ്റ് സിൻ. അതുകൊണ്ട് ജീവിതത്തില് പരാജയങ്ങളുടെ പെയിൻഫുൾ ആയ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഡിഫിക്കൽട്ടീസ് ആയ ചില ടണൽ എക്സ്പീരിയൻസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, God's presence will empower us. God's presence will lead us through. God will fulfill his beautiful purposes in our life. So what is needed? Stay faithful to the Lord. Trust in the promises. Pray and wait for the Lord. Be faithful to the Lord. Trust the Lord. And be prayerful until that point. Now this is what also Joseph's story tells us. Allowed but not abandoned. Tested yet victorious. Grieving, lot of pains, but graced. No, this is what the story of Joseph tells us. A good God, a faithful God, a merciful God, a compassionate God. God silent does not mean that he is inactive. He is active. He will fulfill. So let us stay faithful to the Lord. Let us humble ourselves and trusting in his grace. Let us pray that, Lord, your presence is needed. Your grace is needed. Your compassion is needed. Your help is needed. How little and how feeble are our lives. How small is our life, like Joseph's life. But accomplish all these things for ultimate good. ഞാനിങ്ങനെ വായിച്ചു ചിന്തിച്ചു, ജോസഫിനെ ദൈവം ഈ പാസ്റ്റർ പറയും, ജോസഫിന് ഒരു അനുഗ്രഹമായി മാറി. I know that Rejoice Fellowship വലിപ്പത്തിലല്ല, you are also becoming blessing to lot of people like Joseph's story. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മൾ അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ മറവിനാൽ നമ്മൾ മറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോരണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ നിലനിർത്തണമേ. A God who blessed Joseph will bless us too. All the glory and honor to the Lord. Thank you very much. God bless you.